നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ എത്തി നോക്കാം. നീയില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്രതീക്ഷിതമായി ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജം എടുത്തിട്ടാണ് ഇന്നത്തെ ഈ വായന ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ കൂടി നമ്മൾ അവസാനം എടുക്കുന്നതായിരിക്കും. അതോടുകൂടിയായിരിക്കും ഈ വായന അവസാനിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് വളരെയധികം നിങ്ങളുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് വളരെയധികം പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു സമാധാനപരമോ സന്തോഷപരമോ സംതൃപ്തിപരമോ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ പ്രണയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്കിവിടെ ഒട്ടും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഇവിടെ എതിർ കക്ഷികളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പശ്ചാത്തപിക്കുന്നുണ്ട്. എന്തിനാണ് പശ്ചാത്തപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം പരിപൂർണതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിനും നിങ്ങളിൽ നിന്നും ഒരു ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരാതെ, എക്സ്പ്ലനേഷൻ തരാതെ നിങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷനായതിനും ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട്. പശ്ചാത്താപമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും, ഈ പ്രണയബന്ധം ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും വീർപ്പ് മുട്ടുന്നതും നിങ്ങളല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്, കർമ്മ തിരിച്ചടിക്കുമോ? ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല തെറ്റുകൾക്കും ഈ വ്യക്തിക്ക് തിരിച്ചടി കിട്ടുമോ? ഇങ്ങനെയുള്ള പേടിയാണ് ഈ വ്യക്തിയെ ഓരോ നിമിഷവും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളില്ലാതെ പല സാഹചര്യത്തിലും പലവരുടെയും കൂടെയും ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് സത്യം. ആദ്യമൊക്കെ കഷ്ടപ്പെട്ട് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് കേവലം ഒരു നാടകമായി തീർന്നു എന്നാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ആർക്കോ വേണ്ടി അഭിനയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ജീവിതം എന്ന നാടകം ആടി തിമിർക്കുന്നത് പോലെ, അത്തരമൊരു മനോഭാവത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ വ്യക്തമായിട്ടും കാണാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കൊന്നും തന്നെ പറയാനില്ല എന്നുള്ളത് സത്യമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഒരുപക്ഷെ നിങ്ങൾ അംഗീകരിക്കുമോ, നിങ്ങൾ ഇവരെ കേൾക്കുമോ എന്നുള്ള ഒരു ചിന്തയും പേടിയുമാണ് ഇവർക്കുള്ളത്. ഇവിടെ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഏതാനും ചില കാര്യങ്ങൾ, അത് തീർത്തും ഒരു തിരിച്ചറിവ് തന്നെയാണ്. അത്തരം മാറ്റങ്ങളും തിരിച്ചറിവുകളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അത് തീർത്തും തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന, എന്തും പ്രവർത്തിക്കുന്ന, എന്തും പറയുകയും ചെയ്യുന്ന ഒരു മോശപ്പെട്ട വ്യക്തിയെയാണ്. അത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഊർജമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ തേർഡ് പാർട്ടിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതം നല്ല രീതിയിലാക്കുക, സേഫ് ആക്കുക, അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് മെച്ചപ്പെടുത്തിയെടുക്കുക, മറ്റു പല കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക, കൈക്കലാക്കുക. ഇത് മാത്രമായിരുന്നു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. പക്ഷെ ഈ വ്യക്തി എന്തുകൊണ്ടോ മറ്റുള്ളവരുടെ നിർബന്ധങ്ങൾ കൊണ്ടും മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചു കൊണ്ടും
തേർഡ് പാർട്ടിയുടെ ഇഷ്ടത്തിനും അവർ പറയുന്ന രീതിക്കും വഴങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി സ്വയം ബലിയാടായി എന്നാണ് കാണിക്കുന്നത്. അവിടെയും നിങ്ങളെയും നിങ്ങളുടെ പരിശുദ്ധമായ സ്നേഹത്തെയും തോൽപ്പിക്കുകയാണ് ഈ വ്യക്തി ചെയ്തത്. അത് അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി. ഇതൊരിക്കലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാനോ പൊറുക്കാനോ അല്ലെങ്കിൽ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു സംഭവ വികാസം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ പോലും അതിശയിച്ച് നോക്കി നിന്ന് പോയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ വ്യക്തിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് തീർത്തും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ വഴിമാറ്റി ചിന്തിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കരിഞ്ഞമരുന്നത് അല്ലെങ്കിൽ തകർന്നടിഞ്ഞിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള സുന്ദരമായ നിമിഷങ്ങളും നിങ്ങളുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് കണ്ടിരുന്ന ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം മനോഹരമായ സ്വപ്നങ്ങളും വളരെ ലളിതമായ ഭാവിയും ആണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി എങ്ങനെയെങ്കിലും വളരെയധികം ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കും മനോഭാവത്തിലേക്കും വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. വെറുതെ ഇരുന്നാൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെയധികം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലും ചിന്തയിലും തന്ത്രപ്പാടിലുമാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഈ വ്യക്തിക്ക് തോന്നിക്കുന്നത് ഓരോ വർഷമായിട്ടാണ്. കാരണം അത്രയും അധികം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ കുറ്റം പറയാൻ സാധിക്കില്ല. ഒരാളെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തിയുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് പിന്നിലെ പ്രധാന ഉത്തരവാദി ഈ വ്യക്തി തന്നെയാണ്. അപ്പോൾ അവിടെ വേറെ ആൾക്കും പ്രാധാന്യമില്ല, പ്രസക്തിയില്ല. തീർച്ചയായിട്ടും നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതിയിൽ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പല രീതിയിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ സമാധാനമായി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ അതിനെയൊക്കെ ആശ്രയിക്കുന്നവരായിട്ടും നമുക്കിവിടെ കാണാം. മാനസികവും ശാരീരികവും പരമായിട്ട് നോക്കുകയാണെങ്കിൽ അത്രയും അധികം കീഴ്പോട്ട് പോയിരിക്കുന്നു ഈ വ്യക്തി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ആ ഒരു ആരാധന അല്ലെങ്കിൽ കടുത്ത സ്നേഹം, ആരാധന, അതുപോലെ ചങ്കുറപ്പ് അത് വീണ്ടെടുക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പണ്ട് ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തി തകർന്നടിഞ്ഞ് വീണു പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹവും പരിചരണവും കൊണ്ട് മാത്രമാണ്. ആ സത്യം ഈ വ്യക്തി വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിധി ഈ വ്യക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള പലതരത്തിലുള്ള വിള്ളലുകളാണ് ഈ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും മണി മൈൻഡഡ് ആയിട്ട് മാത്രമാണ് തേർഡ് പാർട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനമെങ്കിലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോലും ഈ വ്യക്തിക്ക് എത്തിച്ചേരുവാനോ അല്ലെങ്കിൽ അതുപോലെ ജീവിക്കാനോ സാധിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ശാപമായിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നത് കൊണ്ടാണോ ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ വ്യക്തിക്ക് ഒന്നിനും അങ്ങോട്ട് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വ്യക്തിയുടെ മനസാക്ഷി പോലും മുതലെടുത്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ബഹുമാനത്തോടെയും മുന്നോട്ട് പോകാനുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും സംസാരിക്കുവാനും കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ വ്യക്തി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിലേക്ക് ഈ വ്യക്തി വരുന്നു. ഇവിടെ നല്ല രീതിയിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ തടസ്സമായി കാണപ്പെടുന്നത്. അത് പ്രായമായിട്ടുള്ള സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രായം ചെറുതാണെങ്കിൽ പോലും വളരെയധികം പക്വതയോടുകൂടി ചിന്തിക്കുന്ന മറ്റേതെങ്കിലും സ്ത്രീകൾ ആയിരിക്കാം. അവരുടെ ഒരു ഊർജം നമുക്കിവിടെ നെഗറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തീരുമാനം മാറ്റിമറിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം നേടിയെടുക്കാൻ വേണ്ടി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള തേർഡ് പാർട്ടിയിൽ നിന്നുമുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സമാധാനം കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്, ഇത്രയുമൊക്കെ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാൻ സ്നേഹിക്കാനും ഒരു വ്യക്തിക്ക് പറ്റുമോ?
ഈ ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ യാതൊരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ഈ വ്യക്തിയെ മിസ്യൂസ് ചെയ്തിട്ടില്ല. ഈ വ്യക്തിയുടെ പണമോ പ്രശസ്തിയോ കഴിവോ ഒന്നും. കാരണം നിങ്ങൾക്കതൊന്നുമല്ല വേണ്ടത്, ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ്. അപ്പോൾ ആ ഒരു പരിശുദ്ധതയിൽ മുങ്ങി നിവർന്ന് നിൽക്കുന്ന നിങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാനും ഒന്നിച്ച് ജീവിക്കുവാനും ഈ വ്യക്തിയുടെ ആത്മാവ് കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രണയ സന്ദേശത്തിലേക്ക് പോകാം. എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? രാത്രികാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല. നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ അർഹതയുള്ള വ്യക്തിയാണോ ഞാൻ? അതെ, നിങ്ങളുടെ ആ ഒരു പരിശുദ്ധമായ സ്നേഹത്തിന്റെ മുന്നിൽ ഈ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു. അതെ, തേർഡ് പാർട്ടിയിൽ നിന്നും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ കുറവുകളെയാണ് എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളം കുറവുകളുള്ള വ്യക്തികളായിരിക്കാം. ഇത് സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ളവർ സമൂഹത്തിന്റെ മുന്നിൽ വിലയിരുത്തുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ പല പടികളും താഴ്ന്നായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ സ്നേഹത്തിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സമ്പന്നരാണ്, ഈ വ്യക്തി ദരിദ്രരും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.